ആശാനെ ഇതെന്താ സംഭവം? ഇത് കാഞ്ഞാവ്. ഇത് കാഞ്ഞാവ് എന്ന് പറയും, കാശാവ്, പല പേരിൽ കേരളത്തിൽ അറിയപ്പെടുന്ന കാശാമ്പു എന്ന് പറയുന്ന കമ്പാണ്. ഇത് നമ്മളിപ്പം ഇങ്ങനെ ചെത്തി വൃത്തിയാക്കി ഒരുക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു കളി, ഒരു ഗോത്ര കളി പഠിക്കാനുള്ള ഒരു കളരിയിട്ട് കുറച്ച് കുട്ടികളെ പഠിപ്പിക്കാനുള്ള കോല് അല്ലെങ്കിൽ കമ്പ് അല്ലെങ്കിൽ വടി വെട്ടുകയാണ്. അപ്പോൾ ആ കളിയുടെ പേരെന്ന് പറയുമ്പോൾ സൈന്ധവ ഗോത്ര ആചാരത്തിൽ നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് സവർണൻ ഒരു പേര് വിളിച്ചായിരുന്നു. സവർണം വിളിച്ച പേരാണ് ഇവിടുത്തെ ദളിതൻ അല്ലെങ്കിൽ പട്ടികജാതിക്കാരൻ, ആദിവാസി അല്ലെങ്കിൽ ദളിതൻ, ഇങ്ങനെ പേരുകളിൽ വിളിച്ച് നമ്മളെ ജാതി തന്ന് നമ്മളെ അകറ്റിയ ഒരമ്മയുടെ മക്കളാണ് ഇന്ത്യയുടെ സ്വദേശീയരെന്ന് പറഞ്ഞ അടിസ്ഥാന ജനവിഭാഗം. അപ്പോൾ അവരുടെ പൂർവികർ നമുക്ക് പകർന്നു തന്ന നമ്മൾ പാടുന്ന പാട്ടുകൾ, ചുവടുകൾ, കളികൾ, അതിലൊരു കളിയാണ് ഇത്. പല പേരിൽ അറിയുന്നെങ്കിൽ ഇത് കമ്പടവാണ്. അതായത് അടവ്, കാൽ ചുവട് വെച്ച് അടവ് പറഞ്ഞ് കളിക്കുന്ന ഒരു കളിക്ക് വേണ്ടിയുള്ള കമ്പാണ് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്, കോല്, വടി. അപ്പോൾ ഇതിൻ്റെ പേരെന്ന് പറയുമ്പം, ഇതിൻ്റെ യഥാർത്ഥ നാമധേയം എന്ന് പറയുമ്പോൾ കമ്പടവ്, കമ്പ് കൊണ്ട് അടവ് പറഞ്ഞ് കളിക്കുന്ന കളിയാണ് ഇത്. കളി എന്ന് പറയുമ്പോൾ ഇതിന് ഒരുപാട് അടവുകളുണ്ട്, നിസ്സാരമായിട്ട് കളയുന്നതല്ല, ഒരുപാട് അടവുകളുണ്ട്. അപ്പോൾ 18 അടവും ഉളവും ഒക്കെ ഉള്ള ഒരു കളിമുറയാണ്. അതിന് പാട്ടുണ്ട്. അത് ഇവിടുത്തെ ഗോത്രാചാര, അതായത് സൈന്ധവര കുലത്തിൽ നിന്ന് പല വിഭാഗത്തിൽ ഇപ്പോൾ ജാതിയായിട്ട് നമ്മളെ തരംതിരിച്ചത് സവർണനാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു കുടക്കീഴിൽ വന്ന് കളിച്ചു വന്ന കേരളത്തിൻ്റെ പല ഭാഗത്തും വിവിധ ദളിത് ആദിവാസി വിഭാഗങ്ങൾ ഈ കളി ഇന്നും കളിച്ചു പോരുന്നുണ്ട്. അവർക്ക് കിട്ടിയ കുറച്ച് അടവും കളികളും അവരിന്നും പകർന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ അടൂർ ഏഴംകുളം എന്ന് പറഞ്ഞ പാലമുക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നമ്മൾ ഗോത്ര പഠനശാല എന്ന് പറഞ്ഞ ശാല തുടങ്ങിയിട്ടുണ്ട്. നാടൻപാട്ട്, കൈകൊട്ടി കളി, നമ്മുടെ തനത് പാട്ടുകൾ, അതേപോലെ തന്നെ കോഴികളി, നമ്മുടെ തനത് നാട്ടുവാദ്യങ്ങൾ ഉൾപ്പെടെയുള്ള വാദ്യങ്ങളെല്ലാം നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒത്തിരി കുട്ടികളുണ്ട്, ഒരു 60-ൽ പുറത്ത് മുതിർന്ന കുട്ടികളും ചെറിയ കുട്ടികളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് എന്നെ കൊണ്ടൊക്കുന്ന ഞാൻ പഠിച്ച കുറച്ച് കളികളും പാട്ടുകളും ഇവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വന്നതാണ്. ഈ സ്ഥലമെന്ന് പറയുന്നത് അടൂർ, പത്തനംതിട്ട ജില്ലയിലെ അടൂർ ഏഴംകുളം പാലമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ കമ്പാടിയുടെ ഒരു പാട്ട് പാടാം. കമ്പടവ് കളി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പാട്ടുകളുണ്ട്. പക്ഷേ എന്നെ പഠിപ്പിച്ച ആശാനൊക്കെ പാടിയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ദൈവ പാട്ടുകളാണ്. അപ്പം ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഒരുപാട് തനത് പാട്ടുകൾ അല്ലാതെ പൂർവികർ തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കമ്പടവ് കളി പാട്ട് പാടിക്കണം. ദിവസം ഇതുപോലെ തമ്പുരാന് ജോലിക്ക് പോയിടുമ്പോൾ കൊച്ചമ്പ്രങ്കളിയായിട്ട് പറഞ്ഞിടും ഒരു ചെറുകഥകൾ. ദിവസം ഇതുപോലെ തമ്പുരാന് ജോലിക്ക് പോയിടുമ്പോൾ കൊച്ചമ്പ്രങ്കളിയായിട്ട് പറഞ്ഞിടും ഒരു ചെറുകഥയിൽ. ഈ നവലുകൊണ്ട് വയലിലെ കളകൾ പറിച്ചിടുമ്പോൾ പൊരിയുന്ന പട്ടിണിയിൽ കിടക്കുന്ന അനുരാഗ ചിന്തയുണ്ടോ? ദിവസം ഇതുപോലെ തമ്പുരാന് ജോലിക്ക് പോയിടുമ്പോൾ കൊച്ചമ്പ്രങ്കളിയായിട്ട് പറഞ്ഞിടും ഒരു ചെറുകഥകൾ.